ജിദ്ദയിലെ ഷെല്ലാൽ പാർക്കിൽ വെച്ചിട്ട് ഇന്നൊരു ഇഫ്താർ പാർട്ടി ഉണ്ട്. അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. അഹമ്മദിന്റെ 10 കഴിയുമ്പോഴേക്കും നാട്ടിൽ എന്തായാലും ഒരു 2-3 ഇഫ്താർ പാർട്ടി എങ്കിലും നിങ്ങൾ കഴിഞ്ഞിട്ടുണ്ടാവും. പക്ഷേ ഞങ്ങൾക്ക് വർഷത്തിൽ ആകെ കിട്ടുന്ന ഒരു ഇഫ്താർ പാർട്ടി ആട്ടോ ഇത്. എൻ്റെ ഹസ്ബൻഡിന്റെ ഫ്രണ്ടിന്റെ ഹോസ്പിറ്റലിന്റെ വകയാണ് ഈ ഒരു ഇഫ്താർ പാർട്ടി. മക്കൾക്ക് ഈ ഇഫ്താർ പാർട്ടി ഭയങ്കര ഇഷ്ടമാണ്. കാരണം എന്താ വെച്ചാൽ ഇതൊരു പാർക്കിൽ വെച്ചിട്ടാണ്. നോമ്പുതുറൊക്കെ കഴിഞ്ഞാൽ ഓൾക്ക് പലവിധ കളികളും കളിക്കല്ലോ. ഒരുപാട് ആൾക്കാർ കൂടിയിട്ടുള്ള അത്യാവശ്യം വലിയൊരു ഇഫ്താർ വരുന്നേനിട്ടു ഇത്. പല നാട്ടിൽ നിന്നുള്ള ആൾക്കാർ കൂടിയിട്ടുള്ള ഒരു പരിപാടി ആയതുകൊണ്ട് തന്നെ എല്ലാത്തരം വിഭവങ്ങളും ഇവിടെ ഉണ്ടേനി. അങ്ങനെ ബാങ്കൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ആവശ്യമുള്ള ഫുഡ് സെലക്ട് ചെയ്തെടുത്ത് ഞങ്ങൾ നോമ്പൊക്കെ തുറന്ന് നിസ്കാരം കഴിഞ്ഞതിന് ശേഷം മക്കളെയും കൊണ്ട് പ്ലേ ഏരിയയിലേക്ക് പോയി. എല്ലാ പ്രാവശ്യവും ഇവിടെ റൈഡുകളൊക്കെ ഉണ്ടാവലുണ്ട്. പക്ഷെ ഇപ്രാവശ്യം അവിടെ പണി നടക്കുന്നത് കാരണം അതൊന്നുമില്ലേനി. ഈ കാണുന്ന ഗെയിമുകൾ മാത്രമേ ഉണ്ടേനിയത്. പിന്നെ ഇവിടെ ഐസ് സ്കേട്ടിങ്ങും ഉണ്ടേനി. അവിടുത്തെ കളികളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഐസ് സ്കേട്ടിങ്ങിനും വേണ്ടി താഴേക്ക് ഇറങ്ങി വന്നു. ഇതൊരു അരമണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ഒരു കളി കഴിഞ്ഞിട്ടോ. എന്തായാലും മക്കൾ നന്നായിട്ട് എൻജോയ് ചെയ്ത് ഓരോ കളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഇതാ ഞങ്ങൾ തിരിച്ചു പോവാണ്. ഇവിടെ 2-3 ഫ്ലോറുകളിലായിട്ട് ഇതാ ഈ കാണുന്ന പോലെ ടേബിൾ സെറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ ഇഫ്താറിനും വേണ്ടിയിട്ട്. അപ്പൊ നോമ്പ് തുറക്കുന്ന സമയത്ത് മുഴുവൻ ആളുകളായതുകൊണ്ട് എനിക്ക് മര്യാദയ്ക്ക് വീഡിയോ എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പൊ പോണ പോക്കിൽ ഞാനൊന്ന് വീഡിയോ എടുത്തതാണ്. അങ്ങനെ പുറത്തിറങ്ങിയതിന്റെ ശേഷം ഇലുവിന്റെ 2-3 വീഡിയോസ് ഒക്കെ എടുത്തിട്ടോ. പിന്നെ എനിക്കൊരു കമന്റ് തന്നീനി ഇലുവിന്റെ മുടി എങ്ങനെയാ കട്ട് ചെയ്യലെന്ന് ചോദിച്ചിട്ട്. ഓക്ക് അത്യാവശ്യം നല്ല ലെങ്ത് ഉള്ള മുടി ഉണ്ടേനി. ഓള് മുടി വെട്ടാൻ സമ്മതിക്കലേ ഇല്ല. എന്റെ നിർബന്ധപ്രകാരം ഞാൻ വെട്ടിയതാണ് ഓളെ ഈ മുടി. അന്ന് നല്ലോണം കരഞ്ഞിട്ടുണ്ടേനി. പ്രത്യേകമായിട്ട് വലിയ സംഭവം ഒന്നല്ല, ജസ്റ്റ് സ്ട്രെയിറ്റ് ആക്കി പിടിച്ചിട്ട് ജസ്റ്റ് ബാക്കിലൊന്ന് കട്ട് ചെയ്ത് അത്രമാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അതിന്റെ ട്യൂട്ടോറിയൽ കാണിക്കുമെന്ന് ചോദിച്ചിനി. അങ്ങനെ ട്യൂട്ടോറിയലായിട്ട് കാണിക്കാൻ മാത്രമൊന്നും ഇല്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ അങ്ങനെ പറഞ്ഞത്. അങ്ങനെ ആ പാർട്ടി കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ജസ്റ്റ് ഒന്നൊരു ഷോപ്പിങ്ങിന് പോയി തിരിച്ച് റൂമിലേക്ക് പോയി.